Hi friends, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി വന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് മാത്രം എടുത്തിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിൽ കോംപ്രിഹെൻഷൻ എഡിറ്റിംഗ് തുടങ്ങിയ ഉൾപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 6 ആക്ടിവിറ്റീസ് ഉണ്ടാവും. അതിൽ 2 ആക്ടിവിറ്റീസ് നിർബന്ധമാണ്, എല്ലാ എക്സാമിലും ചോദിക്കുന്നതാണ്. അത് ഒന്ന് കോംപ്രിഹെൻഷനും രണ്ടാമത്തേത് എഡിറ്റിങ്ങുമാണ്. അത് രണ്ടും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഇതിനു മുമ്പേ അപ്ലോഡ് ചെയ്ത വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന തോട്ട്സും ക്യാരക്ടർ സ്കെച്ചും അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമ്മൾ ഒരുപാട് ആക്ടിവിറ്റീസ് കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി. ഇന്ന് നമുക്ക് ഒരു കോൺവെർസേഷൻ വെച്ച് തുടങ്ങാം. യു ഹാവ് റെഡ് ദ സ്ക്രീൻ പ്ലേ ദ ബോയ് ആൻഡ് ദ ബലൂൺ. ദ ബോയ് ഇൻ ദ സ്റ്റോറി ക്യാരീസ് ദ ബലൂൺ ടു ഹിസ് ഹൗസ്. മദർ സേസ് ദ ബോയ് ടു ത്രോ ഔട്ട് ദ ബലൂൺ. വാട്ട് വുഡ് ബി ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ബോയ് ആൻഡ് ഹിസ് മദർ. അപ്പോൾ കോൺവെർസേഷനാണ് ബോയ് ആൻഡ് ബലൂൺ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ തോട്ട്സും അതേപോലെ തന്നെ ബോയ്ക്ക് ഭയങ്കര വിഷമായി എന്നിട്ട് ഫ്രണ്ടിന് ലെറ്റർ എഴുതാണ്, അതും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇതിൽ നമ്മൾ കോൺവെർസേഷനാണ്, അമ്മയും മകനും തമ്മിലുള്ള കോൺവെർസേഷനാണ്. ബലൂണ് വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ അമ്മ അത് വലിച്ചെറിഞ്ഞു. അപ്പോൾ വാട്ട് വുഡ് ബി ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ബോയ് ആൻഡ് ഹിസ് മദർ. ബോയും മദറും തമ്മിലുള്ള കോൺവെർസേഷനാണ് ഈ വീഡിയോ ഡിസ്കസ് ചെയ്തത്. തോട്ട്സും അതേപോലെ തന്നെ ലെറ്ററും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ മദർ ചോദിക്കുകയാണ്, വേർ ഡിഡ് യു ഗെറ്റ് ദിസ് ബലൂൺ ഫ്രം. നിങ്ങൾക്ക് എവിടുന്ന ഈ ബലൂൺ കിട്ടിയത്? അപ്പം ബോയ് പറയും, ഐ ഗോട്ട് ഇറ്റ് ഫ്രം സ്ട്രീറ്റ്. എനിക്ക് സ്ട്രീറ്റിൽ നിന്നാണ് കിട്ടിയത്. മദർ, വൈ ഡിഡ് യു ബ്രിങ് ഇറ്റ് ഇൻ. നീ എന്തിനാ ഇവിടെ കൊണ്ടുവന്നത്? ബോയ്, ഐ വാണ്ട് ടു പ്ലേ വിത്ത്. എനിക്ക് കളിക്കണം. മദർ, ഈസ് ഇറ്റ് എ ടോയ്, ത്രോ ഇറ്റ് ഔട്ട്. അതൊരു ടോയ് ഒന്നല്ല, നീ അത് വലിച്ചെറി. ബോയ്, പ്ലീസ് മോം ലെറ്റ് മീ കീപ്പ് ഇറ്റ്. എന്താണ് അമ്മ, ഞാനിത് ഇവിടെ വെക്കട്ടെ. മദർ, നോ നോ യു കാൺ. പറ്റില്ല, നിനക്കിത് ഇവിടെ വെക്കാൻ പറ്റില്ല. ബോയ്, ഇറ്റ് ഈസ് എ നൈസ് ബലൂൺ ഈസിൻറ്റ് ഇറ്റ് മോം. ഇതൊരു നല്ലൊരു ബലൂണല്ലേ അമ്മേ. മദർ, നൈസ്, ത്രോ ഇറ്റ് ഔട്ട് ഐ സേ. ബോയ്, യു ആർ സോ ക്രൂവൽ മോം. അതാണ് ഒരു കോൺവെർസേഷൻ. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ട് ഭാഷ ഉപയോഗിക്കാം. ഇതൊരു മോഡൽ മാത്രമാണ്. ഓക്കെ, ഒന്നും കൂടി വായിക്കാം. മദർ, വേർ ഡിഡ് യു ഗെറ്റ് ദിസ് ബലൂൺ ഫ്രം. നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ഐ ഗോട്ട് ഇറ്റ് ഫ്രം ദ സ്ട്രീറ്റ്. വൈ ഡിഡ് യു ബ്രിങ് ഇറ്റ് ഇൻ. നീ എന്തിനാ ഇവിടെ കൊണ്ടുവന്നേ? ഐ വാണ്ട് ടു പ്ലേ വിത്ത് ഇറ്റ്. എനിക്ക് കളിക്കണം. ഈസിൻറ്റ് ഇറ്റ് എ ടോയ്, ത്രോ ഇറ്റ് ഔട്ട്. വലിച്ചെറിയോ. പ്ലീസ് മോം ലെറ്റ് മീ കീപ്പ് ഇറ്റ്. നോ യു കാൺട്ട്. It is a nice balloon, isn't it, Mom? Nice. Throw it out now. I say, you are so cruel, Mom. Okay. ഇനി അടുത്തൊരു തോട്ട്സ് ആണ്. നമ്മൾ ഗ്രാൻഡ് ഫാദറും റോബർട്ടിനോ ഉള്ള ചാപ്റ്റർ വുഡൻ കപ്പൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ ടൈമിലുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ആനുവൽ എക്സാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ചാപ്റ്ററാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ടേമൊന്നും ഉള്ളതും പഠിക്കണം, ഫസ്റ്റ് ടേമൊന്നും ഉള്ളത് പഠിക്കണം. പക്ഷേ തേർഡ് ടേമിനാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, തോട്ട്സ് നോക്കാം. ഗ്രാൻഡ് ഫാദർ ഗ്രൂ ഓൾഡർ ആൻഡ് വീക്കർ. വൺ നൈറ്റ് ഹാസ് ഹി സാറ്റ് all alone in the kitchen. His hands shook and he dropped his cup of soup. ഇപ്പം ഗ്രാൻഡ് ഫാദർ ഗ്രൂ ഓൾഡർ ആൻഡ് വീക്കർ. ദിവസം വരുന്നൊരു ഓൾഡർ ആയിക്കൊണ്ടിരിക്കണം, അതേപോലെ ക്ഷീണിതനായിക്കൊണ്ടിരിക്കണം. വൺ നൈറ്റ് ഹാസ് ഹി സാറ്റ് all alone in the kitchen. ഒരു ദിവസം ഒറ്റയ്ക്ക് കിച്ചണിൽ ഇരിക്കുമ്പം ഹിസ് ഹാൻഡ് ഷുക്ക്, കൈകൾ വിറച്ചു. ആൻഡ് ഹി ഡ്രോപ്ഡ് ഹിസ് കപ്പ് ഓഫ് സൂപ്പ്. സൂപ്പിൻ്റെ കപ്പ് താഴെ വീണുപോയി. ദ കപ്പ് ബ്രോക്ക് ഇൻ ടു മെനി പീസസ്. ആ കപ്പ് പല പീസസായി പൊട്ടിച്ചിതറിപ്പോയി. റോബർട്ടിനോസ് മദർ ഷൗട്ടഡ് അറ്റ് ഹിം. റോബർട്ടിനോൻ്റെ മദർ ഒച്ചത്തിൽ ചീത്ത പറഞ്ഞു. ഗ്രാൻഡ് ഫാദർ ബിക്കെയിം വെരി സാഡ്. വളരെ സാഡായി. വാട്ട് വുഡ് ബി ഹിസ് തോട്ട്. അദ്ദേഹത്തിൻ്റെ തോട്ട്സ് എന്തായിരിക്കുന്നു? ഐ ഡിഡിൻറ്റ് ഡെലിബറേറ്റ്ലി ഡ്രോപ്പ് മൈ കപ്പ് ഓഫ് സോഡ. വേണമെങ്കിൽ നമുക്ക് ആദ്യം കൊടുക്കാം ഇറ്റ് ഈസ് എ സാഡ് ഡേ എന്നൊക്കെ കൊടുക്കാം. ഐ ഡിഡിൻറ്റ് ഡെലിബറേറ്റ്ലി ഡ്രോപ്പ് മൈ കപ്പ് ഓഫ് സൂപ്പ്. ഞാൻ മനഃപൂർവ്വം വീഴ്ത്തിയതല്ല. മൈ ഹാൻഡ് ഷുക്ക് ആൻഡ് ദ കപ്പ് വെൽ. എൻ്റെ കൈവരച്ചു എന്നിട്ട് കപ്പ് താഴെ പോയി. ഐ ആം ഹെൽപ്ലെസ്. വൺ ഡേ ഷീ വിൽ ഓൾസോ ഗെറ്റ് ഓൾഡ്. ഒരു ദിവസം അവളും പിന്നെ ഗെറ്റിംഗ് ഓൾഡ് എന്ന് പറഞ്ഞാൽ വയസ്സാവും. ദെൻ ഷീ വിൽ അണ്ടർസ്റ്റാൻഡ് ദെൻ ഷീ വിൽ അണ്ടർസ്റ്റാൻഡ് ദ വീക്ക്നെസ് ഓഫ് ഓൾഡ് പീപ്പിൾ. അന്നേരം അവൾക്ക് മനസ്സിലാവും ഈ വൃദ്ധജനങ്ങളുടെ വീക്ക്നെസ് എന്താണെന്ന് അന്ന്
അവൾക്ക് മനസ്സിലാവും. മൈ ഗ്രാൻഡ് സൺ റോബർട്ടിനോ ക്യാൻ അണ്ടർസ്റ്റാൻഡ് മൈ വീക്ക്നെസ്. ഈ വീട്ടിൽ എൻ്റെ വീക്ക്നെസ്സൊക്കെ അറിയുന്ന ഒരൊറ്റ ആളുള്ള അതാരാണ്? റോബർട്ടിനോ. അപ്പോൾ ഒന്നുകൂടി വായിച്ചു നോക്കാം. ഐ ഡിഡ്ൻ്റ്ലി ഡെലിബറേറ്റ്ലി ഡ്രോപ്പ് മൈ കപ്പ് ഓഫ് സോപ്പ്, മൈ ഹാൻഡ് ഷുക്ക് ആൻഡ് കപ്പ് ഫെൽ, ഐ ആം ഹെൽപ്ലെസ്. വൺ ഡേ ഷീ വിൽ ഓൾസോ ഗെറ്റ് ഓൾഡ്, ദെൻ ഷീ വിൽ അണ്ടർസ്റ്റാൻഡ് ദ വീക്ക്നെസ് ഓഫ് ഓൾഡ് പീപ്പിൾ. മൈ ഗ്രാൻഡ് സൺ റോബർട്ടിനോ ക്യാൻ അണ്ടർസ്റ്റാൻഡ് മൈ വീക്ക്നെസ്. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം. ക്യാരക്ടർ സ്കെച്ച് ഓഫ് പോളിയോ. പോളിയോയുടെ ക്യാരക്ടർ സ്കെച്ചാണ് നോക്കാം. പോളിയോ വാസ് ആൻ ഇന്നസെൻറ്റ് ആൻഡ് ഇല്ലിറ്ററേറ്റ് കൺട്രി വുമൺ. പോളിയ ഒരു ഇന്നസെൻറ്റ് നിഷ്കളങ്കയാണ്. ഇല്ലിറ്ററേറ്റ് എന്ന് പറഞ്ഞാൽ അക്ഷരാഭ്യാസം ഇല്ലാത്തവളാണ്. കൺട്രി വുമൺ ഒരു ഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. ബട്ട് ഷീ വാസ് ഇൻ്റലിജൻറ്റ്, പക്ഷേ മിടുക്കിയാണ്. ഷീ വാസ് മാരീഡ് ടു എ റെസ്പോൺസിബിൾ ഗവൺമെൻറ് ഓഫീഷ്യൽ ഇവാൻ നിക്കോളോവിച്ച്. അപ്പോൾ ആരെയാണ് കല്യാണം കഴിച്ചത്? റെസ്പോൺസിബിൾ ഗവൺമെൻറ് ഓഫീഷ്യലിനാണ് അവർ കല്യാണം കഴിച്ചത്. ഇവാൻ വാസ് സാഡ് ടു ഹാവ് ആൻ ഇല്ലിറ്ററേറ്റ് വൈഫ്. ഇവാൻ എന്ന് വെച്ചാൽ ഒരു നിരക്ഷരനായ ഭാര്യ ഉള്ളത് കൊണ്ട് ഭയങ്കര സങ്കടമൊക്കെ ഉണ്ട്. ഹി ബ്രോട്ട് അറ്റ്ലീസ്റ്റ് ടീച്ച് യുവർ സെൽഫ് റഷ്യൻ. അങ്ങനെ അവർ എന്ത് കൊണ്ടുവന്നു? ടീച്ച് യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ റഷ്യൻ ബുക്ക് കൊണ്ടുവന്നു. ബട്ട് പോളിയോ വാസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദ ബുക്ക്. പക്ഷേ പോളിയോക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. ഷീ തോട്ട് ഷീ വാസ് ഓവറേജ്ഡ് ടു ലേൺ ഹൗ ടു റീഡ് ആൻഡ് റൈറ്റ്. അപ്പോൾ അവർ വിചാരിച്ചു കുറേ വയസ്സായില്ലേ, ആയ പ്രായത്തിലൊന്നും പഠിക്കുക എഴുതിയൊന്നും ചെയ്തില്ല, ഇനിയിപ്പോൾ പഠിക്കുകയൊന്നും വേണ്ട, ഓവർ ഏജ് ആയിപ്പോയി എന്ന് വിചാരിച്ചു. ബട്ട് എ പീസ് ഓഫ് പേപ്പർ ചേഞ്ച്ഡ് എവറിത്തിങ്. പക്ഷേ ഒരു കഷ്ണം പേപ്പർ ഈ മെൻറ്റാലിറ്റിയൊക്കെ മാറ്റിക്കളഞ്ഞു. അതെന്താണ്? വൺ ഡേ ഷീ ഗോട്ട് എ ലെറ്റർ ഫ്രം ദ ജാക്കറ്റ് ഓഫ് ഹർ ഹസ്ബൻഡ്. ഒരു ദിവസം ഹസ്ബൻഡിൻ്റെ ജാക്കറ്റിൽ നിന്ന് ഒരു ലെറ്റർ കിട്ടി. ഷീ കുഡിൻറ്റ് ഈവൻ ഇമാജിൻ ഹർ ഹസ്ബൻഡ് ഇൻ ലവ് വിത്ത് അനദർ വുമൻ. എന്താ വിചാരിച്ചത്? പോളിയോ വിചാരിച്ചു അതൊരു ലവ് ലെറ്ററാണ്, ഹസ്ബൻഡ് ആരോ ആയിട്ട് അഫെയറിലാണെന്ന് വിചാരിച്ചു. ഇറ്റ് വാസ് അൺതിങ്കബിൾ ഫോർ ഹർ ടു ഷോ ദ ലെറ്റർ ടു സം വൺ എൽസ്. അപ്പോൾ ഇതൊരു ലവ് ലെറ്ററാണോ? ലവ് ലെറ്റർ ആണെന്ന് മറ്റുള്ളവരെ കാണിച്ചാൽ അവരെന്ത് വിചാരിക്കുന്നു വിചാരിച്ചിട്ട് അവർക്കത് മറ്റുള്ളവർക്ക് കാണിക്കാനും പറ്റില്ല. സോ ഷീ ഡിസൈഡഡ് ടു ലേൺ ഹൗ ടു റീഡ് ആൻഡ് റൈറ്റ്. അപ്പോൾ ഒരു വഴിയേ ഉള്ളൂ, എന്താണ്? സ്വന്തമായിട്ട് വായിക്കാനും എഴുതാനും പഠിക്കാം. വിത്തിൻ എ ഫ്യൂ മന്ത്സ് ഷീ കുഡ് റീഡ് ദ ലെറ്റർ. കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ ആ ലെറ്റർ വായിക്കാൻ പറ്റി. ഷീ ന്യൂ വാട്ട് ദ ലെറ്റർ വാസ് ഓൾ അബൌട്ട്. അപ്പോൾ അവൾക്ക് മനസ്സിലായി എന്താണ് ഇത് ലെറ്ററിൽ എഴുതിയെന്ന്. പോളിയ ഈസ് എ ഡിറ്റർമിൻഡ്, സെൻസിറ്റീവ്, ക്ലവർ ആൻഡ് അംബീഷ്യസ്. അപ്പോൾ പോളിയ എന്ന് പറയുന്നത് ഒരു ഡിറ്റർമിൻഡ് ആയ, അതായത് ഒരു കാര്യം തീരുമാനിച്ചു. ഡിറ്റർമിൻഡ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം തീരുമാനിച്ചു, ഞാനിനി ഇത് എഴുത്തും വായനയും പഠിക്കും, ഞാൻ ഇനി എക്സാം പഠിക്കും. അപ്പോൾ അതേപോലെ നിങ്ങളും ഡിറ്റർമിൻഡ് ആകുക. ഓക്കെ, സെൻസിറ്റീവാണ്. പെട്ടെന്ന് തന്നെ ഒരു ലെറ്റർ കിട്ടിയപ്പോൾ അതെന്തായിരിക്കും എന്നൊക്കെ വളരെ സെൻസിറ്റീവായിട്ട് ചിന്തിച്ചു. ക്ലവറാണ്, ബുദ്ധിമതിയാണ്. ആൻഡ് അംബീഷ്യസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നും കൂടി നോക്കാം. പോളിയോ വാസ് ആൻ ഇന്നസെൻറ്റ് ആൻഡ് ഇല്ലിറ്ററേറ്റ് കൺട്രി വുമൻ, ബട്ട് ഷീ വാസ് ഇൻ്റലിജൻറ്റ്. ഷീ വാസ് മാരിഡ് ടു എ റെസ്പോൺസിബിൾ ഗവൺമെൻറ് ഓഫീഷ്യൽ ഇവാൻ നിക്കോളോവിച്ച്. Ivan was sad to have an illiterate wife. He brought a latest to teach yourself Russian, but Polya was not interested in the book. She thought she was overaged to learn how to read and write. But a piece of paper changed everything. One day she got a letter from a jacket of her husband. She couldn't even imagine her husband in love with another woman. It was unthinkable for him to show the letter to someone else. She decided to learn how to read and write. Right. Within a few months, she could read the letter. She knew what the letter was all about. Polya is a determined, sensitive, clever, and ambitious. AMBITIOUS. Okay, ambitious spelling. വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. സ്ലോഗനാണ്. ഡു യു റിമെമ്പർ ദ സ്റ്റോറി ദ വുഡൻ കപ്പ്? ഇറ്റ് ഷോസ് ദ പ്രോബ്ലംസ് ഓഫ് ഓൾഡ് പീപ്പിൾ. വയസ്സായ വൃദ്ധജനങ്ങളുടെ പ്രോബ്ലംസ് കാണിക്കുന്ന ഒരു സ്റ്റോറിയാണ് വുഡൻ കപ്പ്. യു ഹാവ് ഡിസൈഡഡ് ടു സെലിബ്രേറ്റ് ഗ്രാൻഡ് പാരൻസ് ഡേ ഇൻ യുവർ സ്കൂൾ. അപ്പോൾ നിങ്ങൾ ഗ്രാൻഡ് പാരൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. പ്രിപ്പയർ ടു സ്ലോഗൻ ഓൺ ദ ഒക്കേഷൻ ഓഫ് ദ ഗ്രാൻഡ് പാരൻസ് ഡേ. അപ്പോൾ നിങ്ങളോട് രണ്ട് സ്ലോഗൻ ഉണ്ടാക്കാനാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാം? ഗ്രാൻഡ് പാരൻസ് വൺ ഓഫ് ലൈഫ്സ് ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ്. ഗ്രാൻഡ് പാരൻസ് വൺ ഓഫ് ദ ലൈഫ്സ് ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ്. ലൈഫിലെ ഏറ്റവും നല്ല ഗിഫ്റ്റ് ആണ് ഗ്രാൻഡ് പാരൻസ് എന്ന് പറയുന്നത്. ഗ്രാൻഡ് പാരൻസ് ആർ പീപ്പിൾ വിത്ത് സിൽവർ ഇൻ ദെയർ ഹാൻഡ് ആൻഡ് ഗോൾഡ് ഇൻ ഹാർട്ട്.
അപ്പോൾ ഗ്രാൻഡ് പാരൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട് പീപ്പിൾ വിത്ത് സിൽവർ ഇൻ ദെയർ ഹെയർ. അവരുടെ മുടികളിൽ എന്താണ്, വെള്ളിയാണ്, അതായത് നരച്ച് എന്നുള്ളതിനുള്ള പറയുന്നതാണ് സിൽവർ ഇൻ ദെയർ ഹെയർ. ആൻഡ് ഗോൾഡ് ഇൻ ദെയർ ഹാർട്ടിൽ എന്താണ്, ഗോൾഡാണ്. ഗ്രാൻഡ് മാസ് ആൻഡ് ഗ്രാൻഡ് പാസ് ആർ ലൈക്ക് ഗ്രാൻഡ് ഏഞ്ചൽസ്. ഓക്കെ, അപ്പോൾ 2-3 സ്ലോഗൻസ് ഒക്കെ പഠിച്ചു വെക്കുക. ഇനി നമുക്ക് അടുത്തൊരു കോൺവെർസേഷൻ നോക്കാം. യു ഹാവ് റെഡ് ദ സ്റ്റോറി മൈ ഫൈനാൻഷ്യൽ കരിയർ. ആഫ്റ്റർ ഡെപ്പോസിറ്റിംഗ് ആൻഡ് വിത്ഡ്രോയിങ് $56 with the bank, Leacock reached home. He was very nervous. His wife asked him what happened. Write the conversation between Leacock and his wife. അപ്പോൾ ഫൈനാൻഷ്യൽ കരിയർ എന്ന് പറഞ്ഞ സ്റ്റോറി നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യുകയും വിത്ഡ്രോ ചെയ്യുകയൊക്കെ ചെയ്തതിന് ശേഷം വീട്ടിൽ തിരിച്ചെത്തി. ഭയങ്കര നെർവസ് ആയിരുന്നു. അപ്പോൾ വൈഫും തമ്മിലുള്ള കോൺവെർസേഷനാണ്. ഇവിടെ മദർ എന്നുള്ള സ്ഥലത്ത് വൈഫാണ് വേണ്ടത്. യു ലുക്ക് സോ സാഡ്. വളരെ അധികം സാഡായിരിക്കുന്നല്ലോ. ആർ യു ഓൾ റൈറ്റ്? എന്താണ്, എല്ലാം ഓക്കെ ആണോ? ഐ വിൽ നെവർ ഗോ ടു ദ ബാങ്ക്. ഇനി ഞാൻ ഒരിക്കലും ബാങ്കിലേക്ക് പോകില്ല. വാട്ട് ഹാപ്പൻഡ്? എന്ത് പറ്റി? ദ മാനേജർ ആൻഡ് സ്റ്റാഫ് ഇൻസൾട്ടഡ് മീ. മാനേജറും സ്റ്റാഫൊക്കെ എന്നെ ഇൻസൾട്ട് ചെയ്ത്. ഇനി ഞാൻ ഒരിക്കലും ബാങ്കിലേക്ക് പോകില്ല. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്, ടെൽ മീ എവരിത്തിങ്. എനിക്കൊന്നും മനസ്സിലായില്ല, എന്താണെന്ന് പറ. എ മിസ്റ്റേക്ക് അൺഫോർച്യുനേറ്റ്ലി മെയ്ഡ് മീ ടു ക്ലോസ് ദ അക്കൗണ്ട്. ഒരു മിസ്റ്റേക്ക് എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി. എ മിസ്റ്റേക്ക് അൺഫോർച്യുനേറ്റ്ലി മെയ്ഡ് മീ ടു ക്ലോസ് അക്കൗണ്ട്. ഓക്കെ, ഡോണ്ട് വെറി, യു വെൻറ്റ് ദ ഫോർ ദ ഫസ്റ്റ് ടൈം. അതിനെന്താ എത്ര വിഷമിക്കാൻ? നീ ആദ്യമായിട്ടല്ലേ ബാങ്കിൽ പോയത്. സോ വാട്ട്? ഇൻഡീസെൻറ്റ് പീപ്പിൾ. അതിനെന്താ, ഒരു ഡീസൻ്റ് ഇല്ലാത്ത മനുഷ്യന്മാർ. ഐ വോണ്ട് ഡു എനി ബാങ്കിങ് ഇൻ മൈ ലൈഫ്. ഇനി എനിക്ക് എൻ്റെ ലൈഫിൽ ബാങ്കിങ്ങേ വേണ്ട, ഒരു ബാങ്ക് ഇടപാടും ഞാൻ നടത്തില്ല. ഓക്കെ, യു ലുക്ക് സോ സാഡ്. വൈഫ് പറയാണ്, യു ലുക്ക് സോ സാഡ്. ആർ യു ഓൾ റൈറ്റ്? ഓർ ഐ വിൽ നെവർ ഗോ ടു ദ ബാങ്ക്. വാട്ട് ഹാപ്പൻഡ്? ദ മാനേജർ ആൻഡ് സ്റ്റാഫ് ഇൻസൾട്ടഡ് മീ. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്, ടെൽ മീ എവരിത്തിങ്. എ മിസ്റ്റേക്ക് അൺഫോർച്യുനേറ്റ്ലി മെയ്ഡ് മീ ടു ക്ലോസ് ദ അക്കൗണ്ട്. ഡോണ്ട് വെറി, യു വെൻറ്റ് ദർ ഫോർ ഫസ്റ്റ് ടൈം. സോ വാട്ട്? ഇൻഡീസെൻറ്റ് പീപ്പിൾ. ഐ വോണ്ട് ഡു എനി ബാങ്കിങ് ഇൻ മൈ ലൈഫ്. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ തോട്ട്സ്, കോൺവെർസേഷനൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ക്യാരക്ടർ സ്കെച്ച് ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ്, ആക്ടിവിറ്റീസാണ് ഡിസ്കസ് ചെയ്തത്. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനലിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് 7 ആനുവൽ എക്സാം എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ 7ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട എല്ലാ സബ്ജക്റ്റിൻ്റെയും വീഡിയോസ് എക്സ്പ്ലനേഷൻ സഹിതം നിങ്ങൾക്ക് കാണാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ് മീ. താങ്ക് യു.